ിലേക്ക് തന്നെ പോകാം. സ്പെയിനാണ് യൂറോ കപ്പ് കിരീടം ഇത്തവണ. മൂന്നാം തവണയാണ് സ്പെയിൻ കിരീടം സ്വന്തമാക്കുന്നത്. ഏറ്റവും കൂടുതൽ കിരീടം നേടിയ രാജ്യം എന്ന തരത്തിലേക്ക് കൂടി സ്പെയിൻ മാറുന്ന പശ്ചാത്തലമുണ്ട്. ഇംഗ്ലണ്ടിനെ 1-2 ഗോളുകൾക്കാണ് സ്പെയിൻ തകർത്തത്. 86-ാം മിനിറ്റിൽ ഓയർ സലാബാണ് വിജയ ഗോൾ നേടിയത്. തുടർച്ചയായ രണ്ടാം തവണയും ഫൈനലിൽ ഇംഗ്ലണ്ടിന് അടിതെറ്റുകയായിരുന്നു. അങ്ങനെ ഇംഗ്ലണ്ടിന്റെ കായിക പ്രേമികൾ, ഫുട്ബോൾ പ്രേമികൾ കണ്ണീരോടെയാണ് ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങുന്നത്. ആർ രാഗേഷും എൽദോ പോളും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. എൽദോ, ആവേശകരമായ ഒരു മത്സരമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. സ്പെയിൻ തുടർച്ചയായി കിരീട നേട്ടം സ്വന്തമാക്കുന്നു. എങ്ങനെ വിലയിരുത്താം മത്സരത്തെ? രഞ്ജിത്ത്, ഈ മത്സരം ഈ ലോകം മുഴുവൻ നോക്കിയ ഒരു മത്സരമാണ്. കാരണം യൂറോ കപ്പ് ഫൈനൽ എന്നാൽ അത് ലോക ഫുട്ബോളിൽ തന്നെ ഈ ചിഹ്നമെന്ന് വിശേഷിപ്പിക്കുന്ന യൂറോപ്പിന്റെ ഫൈനൽ പോരാട്ടമായതുകൊണ്ട് തന്നെ ഭൂഖണ്ഡങ്ങൾക്കും അപ്പുറമാണല്ലോ ഫുട്ബോൾ ആവേശം. അപ്പോൾ അത്രമാത്രം കാത്തിരുന്നൊരു ഫുട്ബോൾ പോരാണ് സ്പെയിനും ഇംഗ്ലണ്ടും തമ്മിൽ. കഴിഞ്ഞ യൂറോ കപ്പിന്റെ ഫൈനലിൽ ഇറ്റ്സ് ഹോം കമ്മിങ് എന്നുള്ളതായിരുന്നു. വീട്ടിലേക്ക് കപ്പെത്തുന്നു. ഇംഗ്ലണ്ടിൽ നടന്ന മത്സരമായതുകൊണ്ട് തന്നെ അത് ഹോം കമ്മിങ് എന്നുള്ള മുദ്രാവാക്യത്തോടു കൂടിയാണ് ഇംഗ്ലീഷ് ആരാധകർ അത് തേടുന്നത്. പക്ഷേ അവിടെയും ഇംഗ്ലണ്ടിന് ഫൈനലിൽ പതറി. അന്ന് ഇറ്റലിയുടെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോറ്റുവെങ്കിൽ ഇത്തവണ പരാജയം അത് സ്പെയിനിന് മുന്നിലായിരുന്നു എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. സ്പെയിന്റെ യുവനിര വളരെ ശ്രദ്ധേയമായിട്ട് നേട്ടം കൈവരിച്ച ഒരു ടൂർണമെന്റാണ്. മാത്രമല്ല തോൽവി അറിയാതെ മുന്നേറിയ ഒരു സംഘമാണ് സ്പെയിൻ ഈ ടൂർണമെന്റിൽ. അതിന്റെ ഒരു ജൈത്രയാത്ര ഫൈനലിലും തുടർന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു ഫൈനലിൽ വേണ്ട ആവേശം, മികവ് ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയകരമാണ്. എന്താണെങ്കിലും നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ 47-ാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോൾ വരുന്നത്. 47-ാമത്തെ മിനിറ്റിൽ നിക്കോ വില്യംസ് ആദ്യം സ്കോർ ചെയ്യുന്നു സ്പെയിന് വേണ്ടി. പിന്നീട് 86-ാം മിനിറ്റിലാണ് മിക്കേൽ ഓയർ സബാൽ സ്പെയിനിന്റെ ഗോളിനെ 2 ഉയർത്തുന്നത്. പകരക്കാരനെത്തിയ പാമറാണ് ഇംഗ്ലണ്ടിന്റെ ആശ്വാസ ഗോൾ. അത് 73-ാം മിനിറ്റിലായിരുന്നു. ഏറ്റവും ഒടുവിൽ അവസാന സെക്കൻഡുകളിൽ ഒരു ഗോൾ ശ്രമമൊക്കെ ഉണ്ടായെങ്കിൽ പോലും അത് ഡാനി ഓൾമോയുടെ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനത്തിൽ ഗോൾ തടയുകയായിരുന്നു. എന്താണെങ്കിലും മനോഹരമായിട്ടുള്ള അവസരങ്ങൾ ഇംഗ്ലണ്ടിന് തുറന്നെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ജയം അത് സ്പെയിനെത്തുമായിരുന്നു. അങ്ങനെ 4 പ്രാവശ്യം യൂറോ കപ്പ് നേടുന്ന ആദ്യ ടീമായി സ്പെയിൻ മാറുകയും ചെയ്തു. രണ്ടാം ഭാഗത്തിൽ തുടക്കത്തിൽ തന്നെ സ്പെയിൻ ലീഡെടുത്തിരുന്നു. പോൾ പാമറുടെ മറുപടി ഗോളിലൂടെ ഇംഗ്ലണ്ട് തരിച്ചുപോയി. എന്നാൽ 86-ാം മിനിറ്റിൽ ഓയർ സബാലാണ് സ്പെയിന്റെ രക്ഷയ്ക്കെത്തിയത്. 89-ാം മിനിറ്റിൽ ഒരു കോർണർ കിക്കാണ് സ്പെയിൻ ഗോളി ഉനൈ സിമോണും ഓൾമോയും ചേർന്ന് തടഞ്ഞ് മത്സരത്തിൽ നിർണായകമായത്. അങ്ങനെ എന്താണെങ്കിലും മത്സരം അത് സ്പെയിൻ സ്വന്തമാക്കി. സ്പെയിനിന്റെ യുവനിര ഒരുപക്ഷെ ഇനിയുള്ള ഫുട്ബോൾ മുഹൂർത്തങ്ങളിൽ ഏറ്റവും ശ്രദ്ധയോടെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു സംഘമായിരിക്കും സ്പാനിഷ് ഈ യുവനിര സംഘം. രഞ്ജിത്ത്, രാഗേഷ് കൂടി ഉണ്ട്. രാഗേഷ്, ഈ ഗോൾ നേട്ടം യാദർച്ഛികവും ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ടീമിന്റെ യൂറോ കപ്പ് കിരീടം ഒട്ടും യാദർച്ഛികമാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ബെർലിന്റെ ഒളിമ്പിയ സ്റ്റേഡിയോണിൽ യൂറോ കപ്പ് കിരീടദാനത്തിൽ അവസാനിച്ച സ്പാനിഷ് ഫുട്ബോൾ ടീമിന്റെ ജൈത്രയാത്ര ഇക്കുറി എല്ലാവരും പ്രതീക്ഷിച്ചാണ്. കാരണം അത്രത്തോളം കേളി മികവ് പലതലത്തിൽ ഉണ്ടായിരുന്നു സ്പെയിനിന്റെ ഈ ടൂർണമെന്റിൽ ഉടനീളം. ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ അപ്രവചനീയമായ സ്വഭാവം കൊണ്ട് മാത്രമാണ് ന്യായമായ ചില സംശയങ്ങൾ ഉണ്ടായത് എന്ന്. പക്ഷെ അതിനെയൊക്കെ കവച്ചുവെക്കുന്ന ഒരു കിരീട നേട്ടത്തിലേക്ക്, ഈ മത്സരത്തിന്റെ വിലയിരുത്തലിലേക്ക് എങ്ങനെ പോകാം? രഞ്ജിത്ത്, ഈ ടൂർണമെന്റിന്റെ ഫേവറേറ്റുകൾ ആര് എന്ന ചോദ്യത്തിന് ആദ്യം മുതൽ ഉയർന്നിരുന്ന ഉത്തരം, അല്ലെങ്കിൽ ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ, സ്പെയിൻ എന്നുള്ളതായിരുന്നു. അതിപ്പോൾ ഏതായാലും ശരിവെച്ചിരിക്കുകയാണ്. സ്പെയിൻ വീണ്ടും യൂറോ ജേതാക്കളായിരിക്കുന്നു. 4-ാം തവണ സ്പെയിൻ കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു. ഈ മത്സരത്തിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യ പകുതി വിരസമായിരുന്നു. പ്രത്യേകിച്ച് 2 ടീമുകളും പ്രതിരോധത്തിലൂന്നിക്കൊണ്ട് സൂക്ഷ്മതയോട് കൂടി കളിച്ചു എന്ന് പറയാൻ കഴിയും. പ്രത്യേകിച്ച് ഗോളൊന്നുമില്ലാത്ത ആദ്യ പകുതി, പ്രത്യേകിച്ച് സ്പെയിൻ്റെ താരങ്ങൾ ചില മുന്നേറ്റങ്ങളൊക്കെ തന്നെ ഇംഗ്ലീഷ് ഗോൾ മുഖത്തേക്ക് നടത്തി. പക്ഷേ ഇംഗ്ലീഷ് പ്രതിരോധ നിരയിൽ അതെല്ലാം തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിലാണ് 3 ഗോളുകളും പിറന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് വിജയ ഗോൾ ഉൾപ്പെടെ 3 ഗോളുകളും പിറന്നത് രണ്ടാം പകുതിയിലാണ്. അതായത് രണ്ടാം പകുതി ആരംഭിച്ച് 60 സെക്കൻഡിനുള്ളിൽ താണ് ആദ്യ ഗോള് സ്പെയിൻ നേടുന്നത്. നിക്കോ വില്യംസ് ആണ് ആ ഗോൾ സ്വന്തമാക്കിയത്. ഈ ടൂർണമെന്റിൽ തന്നെ അത്ഭുതം എന്ന് വിശേഷിക്കപ്പെടുന്ന യമാലിന്റെ പാസിൽ നിന്നായിരുന്നു ആ ഗോളിന്റെ പിറവി. അതിനുശേഷം ഇംഗ്ലണ്ടിന്റെ ഭാഗത്ത് നിന്ന് ചില നീക്കങ്ങളുണ്ടായി. പ്രത്യേകിച്ച് ചില സബ്സ്റ്റിറ്റ്യൂഷനുകൾ ഇംഗ്ലണ്ട് നടത്തുന്നു. ഇംഗ്ലണ്ടിന്റെ നായകനായ ഹാരി കെയ്നെ 60-ാം മിനിറ്റിൽ പിൻവലിക്കുന്ന തീരുമാനം പോലും കോച്ച് ഗാരി സൗത്ത്ഗേറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഒപ്പം തന്നെ പാർമറിനെ 70-ാം മിനിറ്റിൽ ഇറക്കുന്നു. ഏതായാലും പലപ്പോഴും ഈ ടൂർണമെന്റിൽ പലപ്പോഴും സൗത്ത്ഗേറ്റ് സബ്സ്റ്റിറ്റ്യൂഷനുകൾ മത്സരങ്ങളെ ഇംഗ്ലണ്ടിനെ തിരിച്ചു കൊണ്ടുവന്നത് കണ്ടിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഇന്നും അത് തന്നെയാണ് കണ്ടത്. 70-ാം മിനിറ്റിൽ പാമർ സബ്സ്റ്റിറ്റ്യൂട്ടായി കളത്തിലേക്ക് വരുന്നു. 74-ാം മിനിറ്റിൽ അതിന്റെ ബലവും ഇംഗ്ലണ്ട് കാണുന്നു. 74-ാം മിനിറ്റിൽ ഇംഗ്ലണ്ട് അങ്ങനെ മറുപടി നൽകുകയാണ് സ്പെയിനിന്. പക്ഷേ അതുകൊണ്ടൊന്നും തന്നെ സ്പെയിനിന്റെ
വിജയ് കുതിപ്പ് തടയാൻ സാധിച്ചില്ല. 86-ാം മിനിറ്റിൽ മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ 86-ാം മിനിറ്റിൽ വീണ്ടും സ്പെയിൻ വിജയ് ഗോൾ നേടിക്കൊണ്ട് യൂറോ കിരീടം നേടുന്നതാണ് കണ്ടത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ടൂർണമെന്റിന്റെ ഫേവറേറ്റുകൾ ആര് എന്നതിന് ഒരു ഉത്തരമേ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് യുവതാരങ്ങളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കളിക്കാരുമുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഇത്തവണത്തെ സ്പെയിൻ ടീം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് യമാൽ, ഒപ്പം തന്നെ നിക്കോ വില്യംസ് തുടങ്ങിയവർ പെഡ്രി ഉൾപ്പെടുന്ന യുവനിര, ഒപ്പം റയലിന്റെ നായകൻ ഉൾപ്പെടെ അടങ്ങുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങൾ. അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ സ്പെയിനിന് ഏതായാലും കിരീടം കൊണ്ടുവന്നിരിക്കുകയാണ്. മാത്രവുമല്ല, മരണ ഗ്രൂപ്പ് എന്ന് വിശേഷിപ്പെടാവുന്ന ഒരു ഗ്രൂപ്പിൽ നിന്നാണ് സ്പെയിൻ വിജയിച്ച് കയറിയത് ഇത്തവണ. അതായത് ക്രൊയേഷ്യയെ വലിയ മാർജിനിൽ തകർക്കുന്നു ആദ്യ മത്സരത്തിൽ, അതിനുശേഷം ഇറ്റലിയെ തകർക്കുന്നു. അങ്ങനെ മരണ ഗ്രൂപ്പിൽ നിന്ന് അനായാസം വിജയിച്ചാണ് സ്പെയിൻ ഏതായാലും ഈ കിരീട നേട്ടത്തിലേക്ക് എത്തുന്നത്. ഒപ്പം അതായത് ഈ വിരുദ്ധ രണ്ട് പകുതികൾ അല്ലെ, അതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം ഒന്നാം പകുതിയിൽ ഇംഗ്ലീഷ് കോട്ടയെ പിടിച്ചുകെട്ടുന്ന സ്പെയിനെ നമ്മൾ കണ്ടു. ഇംഗ്ലീഷ് പ്രതിരോധം സ്പാനിഷ് പടയെ തിരിച്ച് കോട്ട കെട്ടി സംരക്ഷിക്കുന്നത് നമ്മൾ കണ്ടു. മറുവശത്ത് രണ്ടാം പകുതിയിൽ പക്ഷേ ഇംഗ്ലണ്ട് കളി മറന്നതുപോലെ ആയിരുന്നു. കാരണം രണ്ടാം പകുതി ഇരച്ചു കയറുന്ന സ്പാനിഷ് പടയാണ് ഇത്തരത്തിൽ സംഭവിച്ചത്. രണ്ടാം മിനിറ്റിൽ തന്നെ ഗോൾ നേടുന്ന പശ്ചാത്തലം നമ്മൾ കാണുന്നു രണ്ടാം പകുതിയിൽ. അങ്ങനെ ഈ കളിയുടെ ഓരോ തലങ്ങളിലും കൃത്യമായി തന്നെ പ്ലാനുകൾ നടപ്പിലാക്കി തന്നെയായിരുന്നു സ്പാനിഷ് മുന്നേറ്റം എന്ന് വേണം കരുതാൻ. തീർച്ചയായും കൃത്യമായി സ്പെയിനിന് ഈ മത്സരത്തിൽ ആധിപത്യം ഉണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാനാവില്ല. പ്രത്യേകിച്ച് ആദ്യ പകുതി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇംഗ്ലീഷ് ഗോൾ മുഖത്തേക്ക് മുന്നേറ്റങ്ങൾ സ്പെയിനിന്റെ ഭാഗത്താണ് ഉണ്ടായത്. പക്ഷേ ഇംഗ്ലണ്ടിന്റെ പ്രതിരോധ നിര അതെല്ലാം തട്ടിയകറ്റുന്നതാണ് കണ്ടത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുകൊണ്ട് രണ്ടാം പകുതിയാണ് ഈ മത്സരത്തെ തന്നെ മാറ്റിമറിച്ച നീക്കങ്ങൾ സ്പെയിനിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രത്യേകിച്ച് ഈ മത്സരം ആരംഭിച്ച് 60-ാം സെക്കൻഡിൽ തന്നെയാണ് ഗോൾ നേടാൻ സ്പെയിനിന് സാധിച്ചു. അങ്ങനെ ഒരു ആധിപത്യം ഉറപ്പിക്കാൻ സ്പെയിനിന് സാധിക്കുകയും ചെയ്തു. അതായത് യമാലിന്റെ പാസിൽ നിന്ന് നിക്കോ വില്യംസ് ആണ് ആ ഗോൾ സ്കോർ ചെയ്തത്. പക്ഷേ പിന്നീട് ഇംഗ്ലണ്ട് പലപ്പോഴായി ഗോൾ നേടാനുള്ള ശ്രമങ്ങൾ ഇംഗ്ലണ്ടിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. അങ്ങനെയാണ് പാമറിന്റെ ഭാഗത്തുനിന്ന് 73-ാം മിനിറ്റിൽ പാമർ സ്കോർ ചെയ്യുകയും ഇംഗ്ലണ്ട് ഒപ്പം എത്തുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അവിടെ നിന്നെല്ലാം സ്പെയിൻ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് കണ്ടത്. അതായത് 86-ാം മിനിറ്റിലാണ് ഒയർസബാലിന്റെ വിജയ് ഗോൾ എന്ന് പറയാവുന്ന ഗോൾ സ്വന്തമാക്കിയത്. മാത്രവുമല്ല 89-ാം മിനിറ്റിൽ പോലും ഇംഗ്ലണ്ടിന്റെ ഭാഗത്തുനിന്ന് ചില നീക്കങ്ങൾ ഉണ്ടായി. അതായത് ഗോൾ മുഖത്ത് സ്പെയിൻ നടത്തിയ ഡാനി ഓൾമോ നടത്തിയ ഒരു നീക്കം, അതാണ് സമനിലയിൽ നിന്ന് ഇംഗ്ലണ്ടിനെ തളയ്ക്കുകയും ചെയ്തത്. ഒരുപക്ഷെ ഗോൾ ലൈൻ സേവ് എന്ന് വിശേഷിപ്പിക്കുന്ന ആ സേവ് ആണ് ഏതായാലും മത്സരം അധിക സമയത്തിലേക്ക് നീട്ടിക്കൊണ്ടുപോകാതെ സ്പെയിനിന് ഏതായാലും 4-ാം യൂറോ കിരീടം എന്ന നേട്ടത്തിലേക്ക് എത്തിച്ചത്. ഏതായാലും ഏറ്റവും കൂടുതൽ ഈ വിജയത്തോടു കൂടി പല റെക്കോർഡുകളും സ്പെയിൻ സ്വന്തം പേരിൽ കുറിക്കുകയാണ്. അതായത് തുടർച്ചയായി 4 യൂറോ കിരീടങ്ങൾ നേടുന്ന ആദ്യ ടീം എന്ന പദവി സ്പെയിൻ സ്വന്തമാക്കുകയാണ്. അതായത് സ്പെയിന്റെ ആദ്യ യൂറോ കിരീട നേട്ടം 64-ലാണ്. പിന്നീട് സ്പെയിന്റെ ഏറ്റവും വലിയ സുവർണ്ണകാലം എന്ന് വിശേഷിപ്പിക്കുന്ന കാലഘട്ടം 2008-ൽ സ്പെയിനാണ് യൂറോ കപ്പ് നേടുന്നത്. 2010-ൽ അവർ ലോക കിരീടം നേടുന്നു. അതിനുശേഷം 2012-ൽ വീണ്ടും യൂറോ ജേതാക്കളാകുന്നു. അങ്ങനെ സ്പെയിന്റെ ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്നത് 2008-2012 കാലഘട്ടമാണ്. ആ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലൊരു വിജയം ഏതായാലും സ്പെയിൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം സാവിയും ഇനിയസ്റ്റയും ഉൾപ്പെടെയുള്ളവർ, കസിയസും ഉൾപ്പെടുന്ന സംഘം അന്ന് സ്പെയിനിന്റെ സുവർണ്ണ തലമുറ എന്ന് വിശേഷിപ്പെടാവുന്ന താരങ്ങളാണ്. ഏതായാലും അതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു പ്രകടനം ഏതായാലും സ്പെയിനിന്റെ യുവതാരങ്ങളും ഒപ്പം തന്നെ പരിചയസമ്പന്നരായ താരങ്ങൾ ഉൾപ്പെടെ സംഘം ഇപ്പോൾ ഏതായാലും നേടിയിരിക്കുകയാണ്. മാത്രമല്ല ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ടീം സ്പെയിനായി മാറിയിരിക്കുന്നു. 15 ഗോളുകൾ സ്പെയിൻ സ്വന്തമാക്കുമ്പോൾ അത് 84-ൽ ഫ്രാൻസ് 14 ഗോൾ എന്ന റെക്കോർഡാണ് പഴങ്കഥയാക്കിയിരിക്കുന്നത്. ഏതായാലും സ്പെയിനെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടം തന്നെയാണ് ഇപ്പോൾ ഈ യൂറോ കപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഐതിഹാസികമായ വിജയം സ്പെയിൻ നേടുന്ന പശ്ചാത്തലം, യൂറോ കപ്പിലെ രാജാക്കന്മാരായി സ്പെയിൻ മാറുന്ന പശ്ചാത്തലം കൂടി ഒരുങ്ങുന്നു. മറുവശത്ത് കോപ്പ അമേരിക്ക